വെൽക്കം ടു സ്റ്റഡി വിൻ PSC 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് 2021 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇതിലെ ആദ്യത്തെ 10 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ആയിരുന്നേ. 2021 നടന്ന പരീക്ഷ ആയതുകൊണ്ട് ഇനി 2026 ആ 10 കറണ്ട് അഫയേഴ്സ് ഇനി ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഓപ്ഷൻ സി 30. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ സി 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര? ഓപ്ഷൻ ബി ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര? ഓപ്ഷൻ ഡി പൂർവഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര പൂർവഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ഓപ്ഷൻ സി മഹാനദി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി മഹാനദിയാണ്. നർമ്മദ, പെരിയാർ, സിന്ധു ഇതൊക്കെ അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ്. മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പോൾ ഇവിടെ അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി മഹാനദിയാണ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി? ഓപ്ഷൻ എ ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഓപ്ഷൻ എ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? ഓപ്ഷൻ എ എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ കടുവ. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കടുവ. വേഡന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി തമിഴ്നാട്. വേഡന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി? ഓപ്ഷൻ സി അൽഫോൺസ ഡി ആൽബുക്കറക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൺസ ഡി ആൽബുക്കറക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് കേട്ടോ, ഓർത്ത് വെച്ചോണം. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി? ഓപ്ഷൻ സി ബഹദൂർ ഷാ രണ്ട്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ട്. ബഹദൂർ ഷാ 1ഉം 2ഉം തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാണ് കേട്ടോ. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? വാറൻ ഹേസ്റ്റിങ്ങിന്റെ. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത്? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടതാരാണ്? രാജാറാം മോഹൻ റോയ്.
ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നും അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ സി കൽക്കട്ട. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? കൽക്കട്ടയിൽ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. ഈ ചോദ്യം PSCയുടെ 10th ലെവലിൽ ഉള്ള പരീക്ഷകളിൽ മിക്കപ്പോഴും കാണാറുണ്ട് കേട്ടോ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആരാണെന്ന്. ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റുവിനെ. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? ഓപ്ഷൻ ഡി 1917. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത്? ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽ സിംഗ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രമമാകുന്നത്? ഓപ്ഷൻ സി അടിയന്തരാവസ്ഥ കാലത്ത്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്ത്. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്ത അവകാശം? ഓപ്ഷൻ സി സ്വത്തവകാശം. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം സ്വത്തവകാശം. സ്വത്തവകാശം ആദ്യം ഒരു മൗലിക അവകാശമായിരുന്നു. എന്നാൽ 44ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. ഓർത്തു വയ്ക്കുക, സ്വത്തവകാശം ആദ്യം ഒരു മൗലിക അവകാശമായിരുന്നു. പക്ഷേ 44ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇപ്പോൾ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ഇപ്പോൾ സ്വത്തവകാശം ഒരു മൗലികാവകാശമല്ല, നിയമാവകാശമാണ്. ഓർത്തു വച്ചോണം, ഇപ്പോൾ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. അപ്പം ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണ്? സ്വത്തവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അയിത്ത നിർമ്മാർജ്ജനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമ്മാർജ്ജനം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ എ 19ാം അനുച്ഛേദം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 19ാം അനുച്ഛേദം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി? ഓപ്ഷൻ സി രാഷ്ട്രപതി. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ? ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. ഓർത്തു വച്ചോണം, ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്.
ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ഓപ്ഷൻ സി ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ, അതായത് നിലവിലെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി. ഓപ്ഷൻ എ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതെപ്പോഴും PSC ചോദിക്കാറുണ്ട് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ മെമ്പർമാരുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം ഡാഷ് കിലോമീറ്റർ ആണ്? ഓപ്ഷൻ സി 560 കിലോമീറ്റർ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം ഡാഷ് കിലോമീറ്റർ ആണ്? 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. ഓപ്ഷൻ സി ഏറനാട്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറനാടാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂരാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂരാണ്. ഒന്നുകൂടി പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂരാണ് കേട്ടോ, കുന്നത്തൂര്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ ഡി ലക്കിടി വയനാട്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി വയനാട്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്. ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. നെൽ എക്കൽ അത് പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ, അത് വെച്ച് അങ്ങ് ഓർത്താൽ മതിയേ. നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണ്. നെല്ല് ഇല്ല് വരുന്നുണ്ടല്ലോ, അപ്പം ആ നെല്ലെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ എക്കൽ എന്ന് വരണം. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം. ഓപ്ഷൻ ഡി കയർ. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി കൊച്ചി. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചിയിൽ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ഓപ്ഷൻ സി തൂതപ്പുഴ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി ആയ മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴയിൽ. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ ബി പത്തനംതിട്ട. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഓപ്ഷൻ ഡി ഫറോക്ക് പാലക്കാട്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഫറോക്ക് പാലക്കാട്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. ഓപ്ഷൻ സി AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലൻ.
സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ ഡി അയ്യങ്കാളി. 10th ലെവലിൻ്റെ പ്രിലിംസിൻ്റെ ഒത്തിരി ചോദ്യപേപ്പറിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. മിക്ക ചോദ്യപേപ്പറിലും ചോദിക്കാറുണ്ട്. കർഷക സമരം സംഘടിപ്പിച്ചത് ആരാണെന്ന്, കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് ആരാണെന്ന്? അയ്യങ്കാളിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ സി അക്കമ്മ ചെറിയാൻ. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമി. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആഗമാനന്ദ സ്വാമിയുടെ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നും അറിയപ്പെടുന്നത് ഈ ആഗമാനന്ദ സ്വാമിയാണ്. അതൊന്ന് ഓർത്തു വെച്ചോണം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നും അറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ്. തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത്? ഓപ്ഷന് വൈകുണ്ഠസ്വാമി. തൂവയൽ പന്തികൾ എന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമി. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ്? ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഈ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. അതുപോലെ ഇവിടെ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അത് ഓർത്ത് വെക്കേണ്ട പോയിന്റാണ്. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അപ്പോൾ അഞ്ചുതെങ്ങ് PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അപ്പോൾ ഒന്നുകൂടി പറയാം. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത്? ഓപ്ഷൻ എ MT വാസുദേവൻ നായർ. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാര്? ഓപ്ഷൻ സി കുറിച്യര്, കുറുമ്പര്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ കുറിച്യർ, കുറുമ്പർ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത്? ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? മലയാളി മെമ്മോറിയൽ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 8. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8. ശ്വാസകോശത്തെ പൊതിഞ്ഞ് ഇരിക്കുന്ന ഇരട്ട സ്ഥലം? ഓപ്ഷൻ സി പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം പ്ലൂറ. ലോക ഹീമോഫീലിയ ദിനം? ഓപ്ഷൻ എ ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ്? ഓപ്ഷൻ സി സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഓപ്ഷൻ സി സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്? ഓപ്ഷൻ ബി പാറ്റല്ല. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല. ക്യാരറ്റിൽ ധാരാളമായി
ഉള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? ഓപ്ഷൻ ബി കരള്. കാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? കരളിൽ വെച്ച്. കരോട്ടിൻ, കരൾ എന്നൊക്കെ അങ്ങ് ഓർത്ത് വയ്ക്കുക. ക്യാരറ്റ്, കരോട്ടിൻ, കരൾ എല്ലാം പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? കരളിൽ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം. ഓപ്ഷൻ സി ജീവകം ഡി. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഡി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻ എ അനുയാത്ര. ഒത്തിരി ചോദ്യപേപ്പറിൽ 10th ലെവലിൽ കണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. അനുയാത്രയെ പറ്റി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത്. ഓപ്ഷൻ സി നൈട്രജൻ. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് നൈട്രജൻ. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, ഓസോൺ. ഓർത്തു വെച്ചോണേ. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, ഓസോൺ. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക. ഓപ്ഷൻ സി ഇലക്ട്രോൺ. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഇലക്ട്രോൺ. ഇരുമ്പിൻ്റെ ധാതുവാണ്. ഓപ്ഷൻ സി ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത്. ഓപ്ഷൻ ബി ഹൈഡ്രജൻ. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസൂത്രം. ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം. ഓപ്ഷൻ ബി ഓക്സിജൻ. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഓക്സിജൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ ബി ഐൻസ്റ്റീന്. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീന്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ന്യൂട്ടൺ എന്തളക്കാനുള്ള ഏകകമാണ്? ഓപ്ഷൻ ഡി ബലം. ന്യൂട്ടൺ എന്തളക്കാനുള്ള ഏകകമാണ്? ബലം. ഇത് മിക്കവാറും BSc എല്ലാ ചോദ്യപേപ്പറിലും ഉള്ളൊരു ചോദ്യമാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണെന്ന്. ന്യൂട്ടൺ. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില. ഓപ്ഷൻ എ 5500 ഡിഗ്രി സെൽഷ്യസ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ്. ഓപ്ഷൻ ഡി പ്ലാസ്മ അവസ്ഥ. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. ഇനി 81 മുതൽ 100 വരെയുള്ള 20 ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സ് പ്രീവിയസ് ഇയറിലെയും റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും അതെല്ലാം പോയി കണ്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ്, റീസെൻ്റ്ലി നടക്കുന്ന പരീക്ഷകളുടെ പ്രൊവിഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീയും വെച്ച് മാർക്ക് ചെയ്ത PDFകളൊക്കെ അവൈലബിളാണ്. അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.